ചെറിയ വാക്കുകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ചെറിയ ഒന്ന് രണ്ട് വാക്കുകളേ ഉള്ളൂ. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ഗംഗേട്ടനും ചന്ദ്രേട്ടനും ഒക്കെ ചന്ദ്രേട്ടൻ ഗംഗേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ അത് ശരിക്കും ഏട്ടന്മാരായിട്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു കൊണ്ടിരുന്നത്. കോഴിക്കോട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇപ്പൊ ഈ ഗൃഹലക്ഷ്മിയുടെ പടം അല്ല നമ്മൾ കോഴിക്കോട് ഷൂട്ടിങ്ങിന് പോയെങ്കിലും എല്ലാവർക്കും ഗൃഹലക്ഷ്മിയുടെ പടം ഷൂട്ടിംഗ് എന്നൊരു ഫീലിംഗ് ആണ്. കാരണം അത്രത്തോളം ഈ ഷൂട്ടിംഗ് സ്ഥലത്തും ഷൂട്ടിംഗ് കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങളാണ്. പ്രത്യേകിച്ച് ഗംഗേട്ടനാണ് ചെറിയ ആളായതുകൊണ്ട് മൂപ്പര് ഈ അനിയനെ കുറിച്ച് ആവശ്യമില്ലാതെ ലാളിച്ച് സിനിമക്കാരനാക്കി വിട്ടിട്ടുണ്ട്. അതെ, അതുപോലെ ഷെറിന് എല്ലാവരും ഞങ്ങൾ വളരെ അടുത്ത കുടുംബങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. ഈ കുട്ടികളൊക്കെ വലുതായി സിനിമ നിർമ്മാതാക്കളായി. അതിന് കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ അഹിംസ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാൻ വേണ്ടിയാണ് ഗംഗേട്ടനും ദാമോദരൻ മാസ്റ്റർ കൂടെ കൃഷ്ണയുടെ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ കൊടൈക്കനാൽ എന്നെ കാണാൻ വന്നത്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു റോളുണ്ട്. ആ റോളിൽ അഭിനയിക്കാൻ താങ്കളേ ഉള്ളൂ. ആ പടം ഞാൻ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് എത്രയോ ആൾക്കാരുണ്ട്. എന്നാലും ആ വാക്കൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ഇവർ മറന്നില്ല. ഞാനേ ഉള്ളൂ എന്ന്. ഞാനെല്ലാവരും ഒരുപാട് പേരുണ്ട്. എന്നാലും എനിക്കങ്ങനെ വേഷം തരുമ്പോൾ എന്നെ അത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. എനിക്ക് അതിനുശേഷം ആ സിനിമയിൽ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് കിട്ടുന്നത് ആ സിനിമയിലാണ്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത്. അതെനിക്ക് പക്ഷേ വളരെ ചെറുപ്പത്തിലേ കിട്ടിയ ഒരു പ്രോത്സാഹനമാണെങ്കിലും കുറച്ച് തന്നെ ആ അവാർഡ് അനാവശ്യമായിട്ട് മോശമാക്കിയിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്തൊരു ചെറിയ അഹന്തയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്കത് വലിയ ധൈര്യമായിരുന്നു. സിനിമ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നപ്പോഴും സിനിമയുടെ അതൊരു യാഥാർത്ഥ്യമായി കണ്ടപ്പോഴും അതിന് പുരസ്കാരങ്ങളൊക്കെ കിട്ടാനും ലക്ഷ്മി പ്രൊഡക്ഷൻ്റെ ഈ അഹിംസ എന്ന് പറയുമ്പോഴാണ് ദാമോദരൻ മാസ്റ്റർ കൈവിശേഷി എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരെല്ലാവരും നമ്മൾ ഈ നിമിഷത്തിൽ നോക്കുകയാണ്. പിന്നെ ഒരുപക്ഷെ ഇത്രയും നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഖ്യാതി നേടിത്തന്ന ചെമ്മീനൊക്കെ ശേഷം വലിയ ഖ്യാതി ഉണ്ടാക്കിയ സിനിമയാണ് വടക്കൻ വീരകൾ. ആ സിനിമയിൽ പ്രധാന വേഷം അഭിനയിക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തതിലും ഇവരുടെയൊക്കെ അനാവശ്യമായ ദുർവാശിയും സ്വാർത്ഥതയുമുണ്ട്. എന്നെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊക്കെ നന്ദിയും സ്നേഹവും കടപ്പാടവും ഒക്കെ ഉണ്ട്. എന്നാലും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനും ഈ തലമുറയിൽപ്പെട്ട ആളാണല്ലോ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന തലമുറയിലുള്ളവരാണ് നമ്മൾ. അപ്പൊ അതിൽ പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ മാറി. അപ്പൊ ഞാനും ദേവിജിയും ചന്ദ്രേട്ടനും ഒക്കെ ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ്. നമ്മളൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ തലമുറ. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. ഇവരൊക്കെ ചിലര് ഈ വളരെ കുറച്ച് ആളുകൾ ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിലുള്ളവർ. ഏതായാലും സിനിമ കാല എന്ന് പറയുന്ന കല പല രൂപത്തിലും ഭാവത്തിലും പല വ്യത്യസ്ത നിറങ്ങളിലും നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഇനി അങ്ങോട്ട് സിനിമ ഉണ്ടാവും. ഇതൊരു പുതിയ സിനിമ സംരംഭമാണ്. ഈ ഗംഗേട്ടൻ്റെ 3 പെൺകുട്ടികളാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. അതൊരു വലിയ മഹാസംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള നിർമ്മാതാക്കളായി വരുന്നത് അതും ഒരു തലമുറ അത്രയും ധൈര്യക്കുറവിൻ്റെ കാര്യമായിട്ടല്ല, എന്നാലും മറ്റു തൊഴിലുകൾ ചെയ്യാമായിരുന്നിട്ടും ബിസിനസ് ചെയ്യാമായിരുന്നിട്ടും സിനിമയെ തന്നെ തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിനൊക്കെ എല്ലാത്തിനും ഒരു പാരമ്പര്യവും ഒരു പിന്തുടർച്ചയും ഉണ്ടാവണം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഈ പെൺകുട്ടികൾ നയിക്കട്ടെ. ഇനി അങ്ങോട്ട് വളരെ സന്തോഷമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ ഗൃഹലക്ഷ്മി ഫിലിംസിന്റെ അടുത്ത ജനറേഷന്റെ കൂടെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരം തന്നെയാണ്. നമുക്ക് 2 ജ്യേഷ്ഠന്മാരെ കിട്ടിയ പോലെ 3 ചേച്ചിമാരെ അവർക്കും ഒരു വാത്സല്യവും അടുത്ത മാസത്തൊക്കെ ചെയ്യാനുള്ളൊരു കൊതിയൊക്കെ ഉണ്ടാവട്ടെ.
ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊന്ന് മമ്മൂക്ക അഭിനയിച്ച സിനിമകളെക്കാൾ കൂടുതൽ ഓഡിയോ റിലീസുകൾ ചെയ്തിട്ടുണ്ടാവും. എന്നാലും മമ്മൂക്ക ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും ഇതൊരു മെമ്മറബിൾ ഡേ ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് നല്ല ടാലൻസിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ടോബി, പാർവതി, ബോബി സഞ്ജയ് എന്നൊക്കെയുള്ള പേരുകൾ തന്നെ ഈ സിനിമ കാണാനുള്ളൊരു വലിയ കാരണങ്ങളായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഇതിന്റെ ഗസ്റ്റായിട്ട് വന്ന ഞങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന നമുക്ക് നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇത് ആദ്യം കഥ കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ പടത്തിന്റെ ഒരു ക്യാരക്ടറും അതിന്റെ ഇമോഷൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. കാര്യം സംഭവം ഞാനൊരു സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ ഈ സിനിമയിൽ. പക്ഷെ എങ്കിൽ പോലും ഇത് എനിക്ക് എന്റേതായിട്ടുള്ള സ്പേസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമ തീർച്ചയായും പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് തോന്നുന്ന ഒരു തോന്നൽ എനിക്ക് ആദ്യമേ കഥ കേട്ടപ്പോൾ തന്നെ ഉണ്ടായി. അപ്പൊ ആദ്യം അന്ന് മനു പിന്നെ ബോബിച്ചാറിന്റെ കൂടെയാണ് വന്നിട്ട് കഥ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ എന്തായാലും ഞാനിതിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാണ്. അതിന്റെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബിങ്ങിന്റെ സമയത്ത് അതിന്റെ വിഷ്വൽസ് ഔട്ട് കണ്ടപ്പോഴാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ പ്രതീക്ഷ പോലെ തന്നെ സിനിമ പോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ നന്ദി പറയുന്നു. ഞാൻ ഈ സിനിമയിൽ കൺസെപ്റ്റ് ചെയ്തത് SQ പ്രൊഡക്ഷൻസിന്റെ. പക്ഷെ പേര് പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ആകെ ഷെർബിയുടെ പേര് മാത്രമാണ് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നത്, ബാക്കി പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ ആസിഫും കൂടെ ഇതിലും മൂന്നാമത്തെ സിനിമയാണ്. പക്ഷെ ഇതുവരെ കോമ്പറേഷൻ ചെയ്യാൻ അഭിനയിച്ചിട്ടില്ല. സിനിമകളിൽ തന്നെ കണ്ടിട്ടില്ല. കൃഷ്ണോളി മാത്രമാണ് കാണുന്നത്. യൂട്യൂബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് വൈറസ് എല്ലാത്തിലും എപ്പോഴെങ്കിലും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിട്ട്. പിന്നെ പാർവതിയുടെ മുമ്പും ഞാൻ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാക്കുന്ന ഒരു സിനിമയായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വളരെ ദൂരെ നിന്നാണ് ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് കാണുന്നത്. ആ മമ്മൂക്കയെ ഇത്രയും അടുത്ത് തൊട്ടടുത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സ്റ്റേജിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റും എന്ന് അന്നും ചിന്തിച്ചിരുന്നില്ല. ഇന്ന് മമ്മൂക്ക വരുന്നവർ ചിന്തിച്ചിരുന്നില്ല. മമ്മൂക്ക താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ സിനിമ ഉയരെ എന്ന സിനിമ ആലോചിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഞാൻ അവസാനമായി രാജേഷ് പിള്ളയുടെ കൂടെ വേട്ട എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ഞാൻ സഹസംവിധാനമായി ജോലി ചെയ്യുന്നത്. ആ സിനിമയുടെ അവസാന സമയത്താണ് രാജേഷേട്ടൻ നമ്മളോടൊക്കെ ഇവിടെ പറഞ്ഞു പോയത്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇനി എനിക്ക് ആരാണ് ഒരു കൈ പിടിക്കാൻ ഒരാളുള്ളത് എന്നറിയാതെ നിൽക്കുമ്പോൾ എനിക്ക് 2 ചേട്ടന്മാരെ തന്നിട്ട് പോയി, ഒരു ചേച്ചിയും തന്നിട്ട് പോയി. ആ 2 ചേട്ടന്മാരാണ് എൻ്റെ റൈറ്റേഴ്സ് ഒന്നും ഞാൻ വിളിക്കില്ല, ബോച്ചേട്ടൻ, സഞ്ജുവേട്ടൻ. എൻ്റെ അടുത്തും വലത്തും ഇത്രയും സ്ട്രോങ് ആയിട്ട് സിനിമയുടെ ഇപ്പൊ ഈ ഓഡിയോ ലോഞ്ചിന്റെ ഈ ഒരു ദിവസം വരെ എൻ്റെ കൂടെ നിൽക്കാൻ അത്രയും ശക്തമായി എനിക്ക് തന്ന സപ്പോർട്ടിന് 2 ആളോടും നന്ദി എങ്ങനെ പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ഇതിനു വേണ്ടി ബോച്ചേട്ടാ, സഞ്ജുവേട്ടാ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.